അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 10ാമത്തെ പാഠം അദ്ദർസുൽ ആഷിർ അന്തസ്സലാം. പണക്കാർ കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്നു. ഞങ്ങളെ പോലെ അവർ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അതോടൊപ്പം അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എല്ലാ നിസ്കാരശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുക. എങ്കിൽ സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങളുണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും. നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനം മരണമല്ലാതെ മറ്റൊന്നും തടസ്സമാവില്ല. ഏതൊക്കെയാണ് നിസ്കാരശേഷമുള്ള ദിക്റുകൾ? ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ജാബിർ ഉപ്പയോട് ചോദിച്ചു. ദിക്റുകൾ എഴുതിയ പുസ്തകത്തിലെ നിസ്കാരശേഷമുള്ള ദിക്റുകൾ എന്ന അധ്യായം ഉപ്പ ജാബിറിന് കാണിച്ചു കൊടുത്തു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ, അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖത്വയത്തിൻ വ അതൂബു ഇലൈഹി വ അസ്അലുഹു തൗബ അല്ലാഹുമ്മ അൻതസ്സലാമു വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد اللهم أعني على ذكرك وشكرك وحسن عبادتك الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم سبحان الله 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം. സുബഹിനും മഗ്രിബിനും ശേഷം താഴെ കാണുന്ന ദിക്റുകൾ കൂടി ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ 7 പ്രാവശ്യം. ഇതെല്ലാം നീ മനഃപ്പാടമാക്കണം. ഉപ്പ പറഞ്ഞു. ജാബിർ ദിക്റുകൾ മനഃപ്പാടമാക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ മീസാനിനെ നിറക്കും. ഇനി അതിൻ്റെ ബാക്കിൽ നമുക്ക് അർത്ഥങ്ങൾ കാണാം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ വർക്ക് ബുക്ക് നോക്കുക. അദ്ദർസുൽ ആഷിർ അന്തസ്സലാം. നുറത്തിബ് അവിടെ ക്രമം തെറ്റിക്കൊടുത്തിട്ടുണ്ട്, അവിടെ ക്രമത്തിലാക്കി നമ്മൾ എഴുതുക. അല്ലാഹുമ്മ അൻതസ്സലാമു വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബനാ വ തആലത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതി. അടുത്തത് ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? ഉത്തരം എഴുതുക. ആയത്തിൻ്റെ നമ്പർ എഴുതുക. സൂറത്തുൽ ബഖറ 255. ഇനി രണ്ടാമത്തെ ചോദ്യം, സുബഹിന് ശേഷം മഗ്രിബിന് ശേഷം ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകൾ ഏതെല്ലാം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ. ഇനി നക്തുബുൽ മഅന അർത്ഥം എഴുതുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അല്ലാഹുവിനാകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവൻ പങ്കുകാരില്ല. ഇനി തഖ്സീസ് കാണാം. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. 2 നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.